ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസ്ക്കൽ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസിയും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ മോണിറ്ററി പോളിസി. In modern times, the policy of government of a country have very much influence on economic activity. Fiscal policy is the policy related to revenue, expenditure and debt of the government for achieving set of definite objectives. Fiscal policy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ, എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ്, ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഫിസ്ക്കൽ പോളിസിയിൽ വരുന്നത്. അപ്പോൾ പോളിസി റിലേറ്റഡ് ടു റവന്യൂ, എക്സ്പെൻഡിച്ചർ, ഡെപ്റ്റ്. Okay, fiscal policy is the policy related to revenue, expenditure and debt of the government. അതിനെയാണ് നമുക്ക് ഫിസ്ക്കൽ പോളിസി എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് ഫിസ്ക് എന്നുള്ള വേർഡിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫിസ്ക് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആണ്. ഫിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ട്രഷറി എന്നാണ്. ഫിസ്ക് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ട്രഷറി എന്നാണ്. ഹെൻസ് പോളിസി റിലേറ്റിംഗ് ടു ദ ട്രഷറി ഈസ് കോൾഡ് ഫിസ്ക്കൽ പോളിസി. അപ്പോൾ റിലേറ്റഡ് ടു ട്രഷറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് ഫിസ്ക്കൽ പോളിസി എന്ന് പറയാം. ഫിസ്ക് എന്നുള്ള ഇംഗ്ലീഷ് വേർഡിൻ്റെ മീനിങ് നമുക്ക് പറയാവുന്നത് ട്രഷറി എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കണ്ടു ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് പോളിസി റിലേറ്റഡ് ടു റവന്യൂ, എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെപ്റ്റ് ആണ്. ഫിസ്ക് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ട്രഷറി എന്നാണ്. അതുകൊണ്ട് തന്നെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രഷറി റിലേറ്റഡ് ആയിട്ടുള്ള പോളിസിനെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയാം. ഇനി നമുക്ക് ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ഓരോ ഗവൺമെൻറ്റിൻ്റെയും മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. To achieve this objective and to increase aggregate demand, the government increase public expenditure and reduce tax. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നല്ലൊരു ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട്. ഒന്ന്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാം, അതേപോലെ ടാക്സ് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് എപ്പോഴും എയിം ചെയ്യുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം. അതുപോലെ തന്നെ ഗവൺമെൻറ് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ടാക്സ് റെഡ്യൂസ് ചെയ്യാനുമാണ്. അടുത്ത ഒബ്ജക്റ്റീവ് പ്രൈസ് സ്റ്റെബിലിറ്റിയാണ്. ഫിസ്ക്കൽ പോളിസിയുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് പ്രൈസ് സ്റ്റെബിലിറ്റി. പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസിൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. പ്രൈസ് ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്, പ്രൈസ് ഡിക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം, അല്ലേ? പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനെ ഇൻഫ്ലേഷൻ എന്ന് പറയും, പ്രൈസ് ഫോൾ ചെയ്യുന്ന സിറ്റുവേഷനെ ഡീഫ്ലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസും ഇല്ലാതെ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതും ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുക എങ്ങനെ? പ്രൈസ് റൈസ് ചെയ്യാതെയും അതുപോലെ തന്നെ പ്രൈസ് ഫോൾ ചെയ്യാതെയും പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. തേർഡ് ഒബ്ജക്റ്റീവ് റിഡക്ഷൻ ഇൻ ഇക്കണോമിക് ഇനീക്വാലിറ്റി. ഇക്കണോമിക് ഇനീക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യാം. ഇക്കണോമിക് ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് ഫിസ്ക്കൽ മെഷേഴ്സ്. ഫിസ്ക്കൽ മെഷേഴ്സ് എങ്ങനെയാണ് നമുക്ക് ഇക്കണോമിക് ഇനീക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം പ്രോഗ്രസീവ് ഡയറക്റ്റ് ടാക്സ്, അല്ലേ? ഇക്കണോമിക് ഇനീക്വാലിറ്റി കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡയറക്റ്റ് ടാക്സ് ആണ്. പ്രോഗ്രസീവ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോഗ്രസീവ് ടാക്സ്? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് റേറ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഇൻകം ആരിലേക്ക് പോകും? ഗവൺമെൻറ്റിലേക്ക് പോകും. അതാണ് റിഡക്ഷൻ ഇൻ ഇക്കണോമിക് ഇനീക്വാലിറ്റി. അടുത്തതായിട്ട് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഫോർത്ത് ഒബ്ജക്റ്റീവാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഫിസ്ക്കൽ പോളിസി സീക്ക് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഫിസ്ക്കൽ പോളിസിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ക്യാപിറ്റൽ ഫോർമേഷൻ നടത്താം, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റൽ കൂടുതൽ ഫോം ചെയ്യുന്നു, അതിനനുസരിച്ച് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഇക്കണോമിക് എംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്കും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കും, ദെൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും, ദെൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്.
അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫിസിക്കൽ പോളിസിയുടെ മെയിൻ ആയിട്ടുള്ള 4 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഫുൾ എംപ്ലോയ്മെൻറ്റ്, സെക്കൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി, തേർഡ് റിഡക്ഷൻ ഇൻ ഇക്കണോമിക് ഇനീക്വാലിറ്റി, ഫോർത്ത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് 2 രീതികൾ സ്വീകരിക്കാം. ഫസ്റ്റ് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ, സെക്കൻഡ് റെഡ്യൂസിങ് ടാക്സ്. സെക്കൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി. പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഇല്ലാതെ റൈസിങ് പ്രൈസും അതുപോലെ തന്നെ ലോവറിങ് പ്രൈസും, റൈസിങ് പ്രൈസും ഡിക്രീസിങ് പ്രൈസും ഇല്ലാതെ, ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഇല്ലാതെ ഹൗ ടു സ്റ്റെബിലൈസ് പ്രൈസ്, പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയുന്നതും ഫിസിക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഫിസിക്കൽ പോളിസിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇൻഫ്ലേഷനുള്ള സമയത്ത് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യണം? ഇൻഫ്ലേഷനുള്ള സമയത്ത് ടാക്സ് റേറ്റ് കൂട്ടണം, അല്ലേ? ഇൻഫ്ലേഷനുള്ള സമയത്ത് ടാക്സ് റേറ്റ് കൂട്ടണം, ഡീഫ്ലേഷനുള്ള സമയത്ത് ടാക്സ് റേറ്റ് കുറയ്ക്കണം. അപ്പോൾ ഇൻഫ്ലേഷനുള്ള സമയത്ത് ടാക്സ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിലുള്ള ഇൻകം ഗവൺമെൻറ്റിലേക്ക് പൊക്കോളും. വീണ്ടും എക്കോണമിയിലുള്ള മണി സപ്ലൈനെ നോർമലാക്കി നിർത്താം. അതേസമയം ഡീഫ്ലേഷനുള്ള സമയം, ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമിയിൽ മണി സപ്ലൈ ഇല്ലാത്ത സമയമാണ്. ആ സമയത്ത് ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കും. ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കുമ്പോൾ ആളുകളുടെ കയ്യിൽ ഇൻകം ഉണ്ടായിക്കോളും. അപ്പോൾ അങ്ങനെ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള 2 രീതികളാണ് ഇവിടെ ഉള്ളത്. മൂന്നാമത്തെ പോയിന്റ് റിഡക്ഷൻ ഇൻ ഇക്കണോമിക് ഇനീക്വാലിറ്റി ആണ്. ഇക്കണോമിക് ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്ന ടാക്സ് സിസ്റ്റമാണ് പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം. പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം എന്താണ് ഇവിടെ എഴുതാം. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് റേറ്റ് ഈസ് ഓൾസോ ഇൻക്രീസ്. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ കണ്ടു. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ, then capital formation വഴി increase in output and increase in employment, then it will lead to increase in economic development. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണും ഫിസിക്കൽ പോളിസി എന്താണെന്നും ഫിസിക്കൽ പോളിസിയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും. ഓക്കെ, താങ്ക് യു.